ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പൊ അധിക പേരും തമ്മിൽ കണ്ടിട്ടായിരിക്കും കേട്ടോ വന്നിട്ടുണ്ടാവുക. ഒരു രൂപക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചത്, നമ്മൾ 4 പേര് കേട്ടോ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താന്നുള്ളതൊക്കെ വീഡിയോയില് വഴിയെ പറയാം ട്ടോ. അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. പിന്നെ നമ്മള് പ്രത്യേകിച്ച് ഇൻട്രോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഒരുങ്ങി കെട്ടി ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോവാണ് കേട്ടോ. പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ വീടിന്റെ പുറത്തേക്കല്ല കേട്ടോ, ജസ്റ്റ് നമ്മുടെ വയനാട് വിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് കേട്ടോ, ചുരം ഇറങ്ങുകയാണ്. അപ്പൊ എന്തിനാന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഇന്നിപ്പം ഒരു തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ, ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ റോഡിൽ അധികം റഷും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സ്കൂൾ കുട്ടികൾ പോകുന്ന ഒരു ടൈമാണല്ലോ, 9:30, 9 മണി, 10 മണി. 10 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പൊ 9:30, 9 മണിയൊക്കെ ആ ഒരു സമയം. അപ്പൊ നമ്മള് 8 മണി കഴിഞ്ഞപ്പോ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ 8 മണി ആകുമ്പോഴത്തേക്ക് 7:45 ആകുമ്പോഴത്തേക്ക് തന്നെ ഇറങ്ങണം എന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ എങ്കിലും നടന്നിട്ടില്ല കേട്ടോ. നമ്മള് എന്തായാലും കുട്ടികളും മക്കളൊക്കെ എടുത്ത് ഇറങ്ങുമ്പോ എന്തായാലും കുറച്ച് ലേറ്റ് ആകുമല്ലോ. അങ്ങനെ ഇതാ മേപ്പാടി എത്തി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇറങ്ങിയോണ്ട് തന്നെ റോഡില് സ്കൂൾ കുട്ടികളെ ഭയങ്കര റഷ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റിട്ടോ. അപ്പൊ ഞാനും ഇക്കും ഉമ്മയും അതുപോലെ തന്നെ മൂത്ത ബ്രദറും ഉണ്ടായിരുന്നു നമ്മളപ്പം. അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് ഒന്ന് കോഴിക്കോട് വരെയൊക്കെ ഒന്ന് പോവാണ് കേട്ടോ. കാരണം ഒരു ശരിക്കും പറഞ്ഞാല് ഒരു വർഷത്തോളം, ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം ആയിട്ടോ നമ്മള് വയനാട് നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട്. ഞാൻ പ്രഗ്നന്റ് ആയപ്പോ മുതൽ എങ്ങോട്ടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ പെട്രോൾ പമ്പിന്ന് പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ ഞങ്ങൾ വഴിയെ പോവാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇത്തിരി ചുണ്ട കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഓരോ ഇപ്പം കുറെ പാർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ജസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു. അപ്പൊ അവിടെ പോയിട്ടില്ല, ഇവിടെ പോയിട്ടില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇതാ ചുരം സ്റ്റാർട്ട് ചെയ്യാണ്ടോ, 9 വളവ് കഴിയണം നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് പോകുന്ന വഴിക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. നടക്കോ നടക്കൂലെന്ന് അറിയില്ല, ഭാവിയിൽ ചിലപ്പം നടന്നേക്കാട്ടോ. ഈ ചുരത്തിന്റെ ഇവിടുന്ന് മോളിന്ന് താഴോട്ടേക്ക് ഒരു സിബ് ലൈനൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുതിയ റൂട്ട് ഉണ്ടാക്കുക. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. വെറുതെ എന്തായാലും മിണ്ടാണ്ടിരിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ സംസാരമൊക്കെ നമ്മളിങ്ങനെ ഉണ്ട്. പക്ഷെ അതെങ്കിൽ അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ ടയേർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. അപ്പൊ രാവിലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ലൈറ്റ് ആയിട്ട് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പൂരി വെച്ചിട്ട് എല്ലാരും കഴിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് കഴിക്കാനാവുന്നില്ലായിരുന്നു കേട്ടോ. കാരണം 7 മണിക്ക് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അധികം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു 10:30 ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ പിന്നെ ഹോട്ടലിൽ കയറിയിട്ട് എല്ലാരും കൂടിയിട്ട് പൊറോട്ടയൊക്കെ ആയിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പം കഴിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വിശപ്പിന്റെ ഹാങ് ഓവർ ഒക്കെ കൊണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. വിശപ്പ് തലയിൽ കയറിയോണ്ട് ഞങ്ങള് വീഡിയോന്റെ കാര്യം മറന്നുപോയി. കാറ് കയറിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെതാ ഭയങ്കര ചൂടാണ് കേട്ടോ. ഞാൻ എല്ലാരും വേർത്തൊലിക്കായിരുന്നു. അപ്പം കുറച്ചേരൊക്കെ ക്ലാസ് താത്തി ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മള് ഹോട്ടലിൽ കയറി ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മള് എന്താക്കിയിട്ടുണ്ട്, AC ഒക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മള് കോഴിക്കോട് ലുലു മാളിലേക്കാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഫുഡ് കുറച്ച് ഒരു 10:30, 10:45 സമയത്ത് കഴിച്ചത്. നമുക്ക് ലുലു മാൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഫുള്ളായിട്ട് നമുക്ക് കറങ്ങി നടക്കണം അതിൽ കൂടെയൊക്കെ. അപ്പം പിന്നെ വയറിൽ കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ ഭയങ്കര ഉഷാറായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു നിഗമനത്തിലൊക്കെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഇപ്പൊ എല്ലാവർക്കും അറിയണ്ടാകും കേട്ടോ. കോഴിക്കോട് ലുലുമാട് ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഓപ്പണിങ് ഇനാഗ്രേഷന് ഇപ്പം കുറച്ചായിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓണം വെക്കേഷനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പോയത് ഓണം വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ റീഓപ്പൺ ചെയ്ത ആ ഒരു ദിവസമാണ് കേട്ടോ, തിങ്കളാഴ്ച ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ന്യൂസിലൊന്നും കണ്ട അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ തിരക്കുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഈ കോളേജ് കുട്ടികളൊക്കെ പൊതുവെ എന്തായാലും കട്ടാക്കി വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെങ്കില് നമ്മൾ ന്യൂസ് കണ്ട ആ ഭയങ്കരമായ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഈ ഓണം വെക്കേഷന്റെ സമയത്ത് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ ഒരു വണ്ടി അകത്തേക്ക് കയറി പാർക്ക് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ ക്യൂ നിൽക്കണം വണ്ടിയും കൊണ്ട്. അത്രത്തോളം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം 7 മണിക്ക് നമ്മള് ലുലുമാളിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണെങ്കിൽ രാത്രി 10 മണി കഴിയുമ്പോഴാണ് നമുക്ക് ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അത്രത്തോളം തിരക്കും കാര്യങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ പോയ സമയത്ത് അത്ര തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അകത്തേക്ക് കയറാനും പറ്റി. അതുപോലെ തന്നെ പെട്ടെന്ന് പുറത്തേക്ക് റോഡിലേക്ക്, നമ്മളെ ഹൈവേയിലേക്ക് കയറാനും ഇറങ്ങാനും പറ്റിട്ടോ. അപ്പൊ അതുകൊണ്ട്
പരമാവധി വലിയ കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊന്നും ഇല്ലാത്ത ആൾക്കാർ എന്താക്കുക, ഈ വെക്കേഷൻ സമയം കഴിഞ്ഞിട്ട് ഉള്ള ദിവസങ്ങളിൽ എന്താക്കുക, ട്രിപ്പും കാര്യങ്ങളൊക്കെ പോവാ. പിന്നെ വലിയ കുട്ടികളൊക്കെ ഉള്ള സ്കൂൾ പഠിക്കുന്ന കോളേജ് പഠിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സ്കൂളൊന്നും കട്ടാക്കിയിട്ട് പോയാൽ എന്തായാലും നടക്കൂല. അപ്പം വെക്കേഷൻ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പം അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ദിവസം പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിട്ടോ, എല്ലാ റൈഡ്സിലും കയറാൻ പറ്റി. നല്ലോണം ചുറ്റിക്കറങ്ങി കാണാനും പറ്റിട്ടോ. അപ്പം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങള് വയനാട്ടുകാരായതുകൊണ്ട് തന്നെ നമുക്ക് ചുരം ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മളെല്ലാരും വേർത്തൊലിക്കുന്ന ഒരു പ്രകൃതമാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഈ ഒരു ദിവസവും അങ്ങനെ തന്നെയാണ്. വെയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാരും നല്ലോണം വേർത്തൊലിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആകെയുള്ള ഒരു സമാധാനം കാറ് പാർക്ക് ചെയ്ത് നേരെ നമ്മൾ AC ഉള്ളിലേക്ക് പോവാണല്ലോ എന്നുള്ള സമാധാനത്തിലാണ് കേട്ടോ നമ്മളെല്ലാരും ഉള്ളത്. ഇതാ പാർക്ക് ചെയ്യാണ്. അപ്പൊ പാർക്കിംഗ് സ്ഥലമൊക്കെ നല്ലോണം വൈഡ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എനിക്ക് എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നതും പറയുന്നതും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് വീഡിയോ കാണുന്ന പലരും ചിലപ്പം ലുലു മാളിലേക്ക്, കോഴിക്കോട് ലുലു മാളിലേക്ക് പോയിട്ടുണ്ടാവില്ല. കാരണം ഇനാഗുറേഷന് പെട്ടെന്ന് ഇപ്പൊ അടുത്തല്ലേ കഴിഞ്ഞത്. പോകാത്തവർക്ക് വേണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ കാണിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഇതില് കുറച്ച് വീഡിയോസ് ഞാൻ, അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് നമ്മളെല്ലാരും കൂടിയിട്ടാണ് എടുത്തത്. പിന്നെ കുട്ടികൾ കരുതുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇച്ചുവിനിതാ അവിടെ തന്നെ ഒരു നമ്മളെ മറ്റേ സാധനങ്ങളൊക്കെ ഇടുന്ന ട്രോളി ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ എസനതാ നമ്മളെ ഒക്കത്തൊക്കെ കെട്ടി കൊണ്ടുവരികയാണ് കേട്ടോ. ഷോളും കൊണ്ട് തലയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടർക്കിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ അതൊന്നും ഇട്ടില്ല, കാരണം ചൂടല്ലേ. പിന്നെ എന്റെ ഷാളും കൊണ്ട് തന്നെ പിന്നെ അകത്ത് കയറിയ പിന്നെ ഷാളിന്റെ ഒന്നും ആവശ്യമില്ല. ആള് കാർന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അകത്തെത്തിയപ്പോഴത്തേക്ക് ആള് എണീറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഈ ഒരു ട്രോളിയിലാണ് കേട്ടോ നമ്മൾ ഇച്ചുവിനെ ഇരുത്തുന്നത്. കാരണം ഓനെ എടുത്ത് ഇങ്ങനെ കുറെ നേരം നമുക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആള് ഓൻ എടുക്കണം എന്ന് കരയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇരുത്തിയിട്ട് അകത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഇതാ ഓരോ സാധനങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പൊ ഇതില് വെറൈറ്റി ആയിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. നമ്മളെ ഇന്ത്യത്തെ അല്ലെ കേരളത്തിത്തെ മാത്രമൊന്നല്ല ഉള്ളത് കേട്ടോ. പുറമെ ഉള്ള രാജ്യത്തു നിന്നൊക്കെ ഉണ്ട്. UK, അമേരിക്കത്തെയും ബ്രിട്ടനത്തെയും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അങ്ങനെ കുറെ സ്ഥലത്തെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഫിഷിന്റെ സ്ഥലമാണെങ്കിലും ഭയങ്കര നമുക്ക് കാണുമ്പോ തന്നെ കുളിർമയാകും കേട്ടോ. ഒരു ക്യാപ്സിക്കൊക്കെ കൊണ്ട് നല്ലോണം ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും പല സ്ഥലത്ത് നിന്നുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ പൊട്ടറ്റോസ് ഉണ്ട്. പിന്നെ ഇത് ഫീഡിംഗ് റൂം ആണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഒരു സ്ഥലത്താണെങ്കിലും വാഷ് ബേസും അതുപോലെ തന്നെ വൈപ്സും സോപ്പും അങ്ങനെ എല്ലാം ഇതുണ്ട്. പിന്നെ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കിടത്താൻ വേണ്ടി ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അപ്സ്റ്റെയറിൽ ആണ് നമ്മളെ കുട്ടികളെ റൈഡ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം 1 രൂപ എന്നുള്ള ഒരു തമ്മിൽ ഇടാൻ കാരണം നമ്മൾ എത്രത്തോളം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കാരണം ഈ ഓരോ റൈഡ്സിലും കയറണമെങ്കിൽ നമ്മൾ 1 രൂപ കോയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, അത് നമുക്ക് ഓൺ ആക്കിയിട്ട് കുട്ടികളെ കളിപ്പിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ട്രെയിനൊക്കെ ഉണ്ട് ഇതില്, തീവണ്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ 1 രൂപ ഇട്ടാല് അത് ഓണായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ തീവണ്ടി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങിയൊക്കെ പോവാ. അപ്പൊ അതുപോലെ പോകുന്ന ആ ഒരു വൈബ് കിട്ടുട്ടോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ എത്തിയതിന് ശേഷമായിരുന്നു അറിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പം ഞങ്ങള് താഴേന്ന് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ നല്ലോണം കണ്ടുട്ടോ. കണ്ടതിന് ശേഷം പിന്നെ നമ്മള് മുകളില് ബേബീനെ ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഫീഡ് ചെയ്തതിനു ശേഷം പിന്നെ താഴോട്ടേക്ക് ഇച്ചുവിന്റെ അടുത്തേക്ക് പോവാണ്. വരുമ്പോ നമ്മള് എക്സലേറ്ററിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചു പോകുമ്പോ നമ്മൾ എന്താക്കാണ്, ലിഫ്റ്റിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാം നമ്മൾ അറിയണല്ലോ. അങ്ങനെ പിന്നെ പോയിട്ടുള്ളത്. ഇനി ഇപ്പഴാ നമ്മള് താഴോട്ടേക്ക് ഇറങ്ങും. പക്ഷെങ്കില് സെയിം ഈ ഒരു പ്ലേസിലേക്ക് എപ്പോഴാ വരിക നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഉള്ള സമയം എക്സ്പ്ലോർ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ജയസനെയൊക്കെ എടുത്തിട്ട് അപ്പൊ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ തിരക്ക് ഉണ്ടായിരുന്നു എന്തായാലും. പക്ഷെ ആ ഓണം വെക്കേഷനിൽ അത്രമാത്രം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ തിരിച്ചതാ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറെ പലഹാരങ്ങളും അതുപോലെ തന്നെ മിച്ചറുകളും ഓരോ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ കുബൂസ് തന്നെ പല ഷേപ്പിലും പല വലുപ്പത്തിലും അതുപോലെ തന്നെ പല ടേസ്റ്റുകളിലൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇത് നമ്മളെ മോമോസ് അതുപോലെ തന്നെ എണ്ണക്കടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിനൊക്കെ അത്യാവശ്യം റേറ്റുകളും ഉണ്ട് കേട്ടോ. എല്ലാ സാധനത്തിനും പൊതുവെ മാളിന്റെ ഉള്ളിലൊക്കെ റേറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും റേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ട്.
അങ്ങനെ പിന്നെ ഇതാ ഇതൊക്കെ നമ്മള് നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മള് ചായ ഒന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മള് ഡ്രിങ്ക്സ് ഒക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മള് ബദാം മിൽക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഒലിവിന്റെ കണ്ടപ്പം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നിയപ്പോ ഞാൻ ഇവിടെയുള്ള ചെക്കിനോട് ആളിനോട് സെയിൽസ്മാനോട് പറഞ്ഞിട്ട് അങ്ങനെ ടേസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഫ്രോസൺ ഐറ്റംസും കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഫ്രോസൺ ഐറ്റംസ് ഒന്നും നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടില്ല. കാരണം നമ്മൾ ഇപ്പൊ വന്ന് കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുക എന്തായാലും രാത്രി ആയിരിക്കും. അപ്പൊ അതുവരെ കാറിന്റെ ഉള്ളിൽ കിടന്ന് സാധനങ്ങള് വെന്തുരുകും. പിന്നെ ഇതാ കുനാഫ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു BR ബസ്കിൻ റോബിൻസ് എന്ന് പറയുന്ന ഐസ്ക്രീമും ഗൾഫ് രാജ്യത്തിലുള്ളതാണ് കേട്ടോ. അപ്പൊ അതും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഐസ്ക്രീം ആണ് കേട്ടോ. പിന്നെ ഇതാ നേരെ ഇച്ചുവിനും കൂട്ടിയിട്ട് റൈഡ്സിലേക്ക് അപ്സ്റ്റെയറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇതാ ഞാൻ പറഞ്ഞല്ലോ, ₹1 കോയിൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ റൈഡ്സിലും ഇതാക്കാം. പക്ഷെങ്കിൽ ആ ₹1 നമ്മളെ കയ്യിൽ ഇല്ലാതായി പോയിട്ടോ. അപ്പൊ നമ്മള് എന്റെ ബാഗിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ബാഗൊക്കെ കാറിലല്ലേ, ചില്ലറ പൈസകള് കുറെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ നമ്മളെ കാറ് പോയിട്ട് എടുത്തിട്ട് വരണം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞപ്പം അവര് പിന്നെ കാക്കിയും മിക്കൊക്കെ പോണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കാരണം അത്രയും ദൂരം പോയിട്ട് തിരിച്ചു വരണ്ടേ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഓരോ റൈഡ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. പിന്നെ എല്ലാത്തിലും നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ഇച്ചു അതുപോലെ തന്നെ ഞാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് നമുക്ക് എന്തായിരുന്നു ചില്ലറ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെതാ ഓരോ സ്ഥലത്തും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാറുണ്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് കാണാത്ത കുറെ പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മക്കൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അത്രത്തോളം റൈഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മള് സാധാരണ ചെറിയൊരു മാളിലൊക്കെ പോയാൽ ഇത്രയും റൈഡ്സ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഈ ലുലു മാളില് കുറെ റൈഡ്സ് ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള റൈഡ്സ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇച്ചുവൊക്കെ ഒരു റൈഡിൽ നിന്ന് അടുത്ത ഒരു റൈഡ് കയറിയിരിക്കുക, ജസ്റ്റ് ഒന്ന് നോക്കിയതിനു ശേഷം പിന്നെ അടുത്ത റൈഡിലേക്ക് പാട്ടൊക്കെ പാടി അവന് ഡാൻസും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് കളിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അടുത്ത റൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കയറാണ്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടുന്ന് കുനാഫയും അതുപോലെ തന്നെ ഐസ്ക്രീമും പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങി കുടിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചതാ വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് സ്ഥലം പിടിക്കണം. പിന്നെ അതിനു മുമ്പ് ലഞ്ചും കഴിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. റഹ്മത്തുന്ന് ബിരിയാണി കഴിക്കാന്നുള്ള പ്ലാൻ ചെയ്യുന്നു കേട്ടോ. ഉണ്ടായിരുന്നത് ബീഫ് ബിരിയാണി കഴിക്കാന്ന്. അപ്പൊ അങ്ങനെ പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ എന്റെ മുഖമൊക്കെ ആകെ ഡള്ളായിട്ടുണ്ട്, ചോന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ചൂടായിരുന്നു. നമ്മള് അകത്തുനിന്ന് ചൂടൊന്നും അറിഞ്ഞില്ല, കാരണം നല്ല AC ആയിരുന്നു. പിന്നെ മാളിന്റെ പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല ചൂടുമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലോണം വെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പം. അപ്പൊ ഈ ഒരു സമയത്ത് റഹ്മത്തിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും അറിയുണ്ടാവും, കോഴിക്കോട് ഫേമസ് ആയിട്ടുള്ള ബീഫ് ബിരിയാണി കിട്ടുന്ന പ്ലേസ് ആണ് റഹ്മത്ത് ഹോട്ടൽ കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ബേബീനെ ഇതാ ക്രാഡില് കടത്തിയിട്ടുണ്ട്. പിന്നെ ഇച്ചു ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പം ആളെ എണീപ്പിച്ചിട്ടുണ്ടെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി എണീപ്പിച്ചു. പക്ഷെങ്കിൽ ഓൻ എണീറ്റില്ല കേട്ടോ. ഓന് രാവിലെ നേരത്തെ എണീറ്റു. പിന്നെ കാറിനൊന്നും ഉറങ്ങാത്തോണ്ട് ആൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും മര്യാദക്ക് കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ പിന്നെ ഭക്ഷണം ഒന്നും വേണ്ട, ആ ഒരു ടൈപ്പ് ആളാണ് കേട്ടോ. അധിക കുട്ടികളും ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇച്ചു അങ്ങനെയാണ് കേട്ടോ. എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇതാ ആദ്യമൊക്കെ ഇവിടെ ബീഫ് ബിരിയാണി ഒക്കെ കഴിക്കാൻ വരുമ്പം സാധാ നമ്മളെ പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ സെർവ് ചെയ്യുക. പക്ഷെങ്കിൽ ഇപ്പം സിസ്റ്റം ഒക്കെ മാറിയിട്ടുണ്ട്. കാസറോളിലായിരുന്നു കേട്ടോ. 2 പേർക്ക് ഒരു കാസറോള് എന്ന രീതിയിലാണ് കേട്ടോ ബിരിയാണി അവർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ടായിരുന്നു. റൈസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു കോഴിക്കോടുള്ള ഭാഗത്തും അതുപോലെ തന്നെ പുറമേയുള്ള ആൾക്കാരൊക്കെ മെയിൻ ആയിട്ട് ഇവിടുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുക. പിന്നെ ലാസ്റ്റ് മിന്റി ലൈമും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് മിന്റി ലൈമായിരുന്നു. പിന്നെ കുഞ്ഞാങ്കാക്കിയും അതുപോലെ തന്നെ ഉമ്മയൊക്കെ ചായയോ കോഫിയോ മറ്റായിരുന്നു കേട്ടോ കഴിച്ചത്. ചായ തോന്നുന്നുണ്ട് കേട്ടോ, അവര് ചായയാണ് കഴിച്ചത്. കാരണം ഞാൻ ആ ഒരു സമയത്ത് ബേബി കരഞ്ഞപ്പം വേഗം ഫീഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവര് ചായയും പിന്നെ ഞാൻ മിന്റി ലൈം ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇതാ തിരിച്ച് ഞാൻ പറഞ്ഞല്ലോ ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അപ്പം അപ്പോഴേക്കും 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 3:45 3:30 3:45 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം സ്കൂൾ കുട്ടികളെ വിടുകയാണ്.
അപ്പൊ അതിന്റെ ചെറിയ റഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോട് വരുന്നവർക്ക് അധികമായിരിക്കും ഏത് റൂട്ടിൽ കൂടെ പോയാലും നമ്മൾ എത്തുക ഒരേ സ്ഥലത്തേക്ക് എത്തുക. കുറെ കുറുക്ക് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നെ പോലുള്ള ആൾക്കാർക്കൊന്നും അധികം മനസ്സിലാവില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണെങ്കിൽ ഷോപ്പ് കാണുന്ന ഷോപ്പ് തരുമ്പോൾ സെയിം തന്നെയായിരിക്കും. ഏത് ഭാഗത്ത് നോക്കിയാലും റോഡുകളാണ് കേട്ടോ ഇവിടെ. അങ്ങനെ പിന്നെ നമ്മള് ഫസ്റ്റ് തന്നെ ബേപ്പൂരൊക്കെ ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിലേക്ക് നമ്മൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് പോകുന്നത്. അധികം പോവുക കാപ്പാട് അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഇപ്രാവശ്യം ഒന്ന് മാറി ചിന്തിച്ചതാണ് കേട്ടോ. അപ്പൊ പോകുന്ന സമയത്ത് ഭയങ്കര നല്ല മഴയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചൂടിന് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അധികം ചൂടൊന്നും ഇല്ലായിരുന്നു. അപ്പം ബേപ്പൂര് എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് ബേപ്പൂര് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കായലും കടലും ഒന്നിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ. അപ്പൊ അവിടെ നമ്മളെ കപ്പല് വന്നിട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകുമല്ലോ. അപ്പൊ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബോട്ടിലിട്ടോ ഗാഡ്ജിറ്റ്. അപ്പൊ ഇതെങ്ങനെയാന്നുള്ളത് കറക്റ്റ് ഒരു പേര് ഓർമ്മ ഉണ്ടെന്ന് പക്ഷെങ്കില് വോയിസ് ഓവർ കൊടുക്കുമ്പോ മറന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ സംഭവം. യെസ്, ചെങ്ങാടം. യെസ്, ചെങ്ങാടാണ് കേട്ടോ. ഇപ്പുറത്തെ സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോട്ടില് നമുക്ക് ആൾക്കാർക്കും വേണമെങ്കിൽ പോവാം. പിന്നെ വണ്ടികളും നമുക്ക് അതിൽ വെച്ചിട്ട് ഈ ഒരു പ്ലേസിൽ നിന്ന് അപ്പുറത്തെ അക്കരയിലേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇക്ക ഇവിടുന്ന് പറഞ്ഞത് ചെങ്ങാടം എന്നാണ് കേട്ടോ. അപ്പൊ അതന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പം അറിയുന്നവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ അത് കണ്ടു. പിന്നെ കേറണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പിന്നെയും നല്ലോണം മഴ പെയ്തിട്ടോ. അപ്പൊ കുട്ടികളും കൊണ്ട് എന്തായാലും നിന്ന് പോകുകയൊന്നും നടക്കൂല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങള് തിരിച്ച് ബേപ്പൂരേക്ക് തന്നെ പോവാണ്. അപ്പൊ അവിടെ എത്തിയപ്പം ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അപ്പൊ കുറെ ബോട്ടിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മഴ കാരണം നമ്മള് കേറിയിട്ടുണ്ടായിരുന്നില്ല. സർവീസിന് കേറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമൊക്കെ കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെങ്കിൽ മഴ കാരണം കേറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബേപ്പൂർ എത്തിയപ്പം ഭയങ്കര കാറ്റും ഇതൊക്കെയായിരുന്നു കേട്ടോ. മഴ ഇല്ലായിരുന്നു. അപ്പത്തേക്ക് ചോർന്നിരുന്നു കേട്ടോ മഴയൊക്കെ. പക്ഷെങ്കിൽ കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര ഭീകരതയായിരുന്നു കേട്ടോ. നമുക്ക് തന്നെ പേടിയായിട്ടുണ്ട്. അത് നടന്നു പോകുമ്പം കാറ്റ് നമ്മളെ കൊണ്ടുപോകുന്ന പോലെയൊക്കെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നത്, തോന്നുന്നത്. അത്രത്തോളം കാറ്റായിരുന്നു. എന്നിട്ട് നമ്മൾ തന്നെ ചിന്തിച്ചു ഇവിടെയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാന്ന് ഇവിടെ നിൽക്കുക. കാരണം കടലിന്റെ തൊട്ടടുത്തൊക്കെയാണ് കേട്ടോ വീടുകളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ അവർക്കാണ് അത്ര ധൈര്യം ഉണ്ടാവുക കേട്ടോ. നമുക്കൊക്കെ നമ്മളിപ്പം പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല. നല്ല പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോവാ. കാരണം തിരയും നല്ല അത്യാവശ്യം സ്ട്രോങ്ങിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കാറ്റും നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പൊ അവിടുന്ന് ആൾക്കാർ പറയുന്നുണ്ട് ചെറിയ മക്കൾക്ക് കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അഥവാ ജലദോഷവും പനിയൊക്കെ വന്നാലോ വെച്ച് പിന്നെ നമ്മള് വേഗം വണ്ടി കയറിയിട്ട് പിന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ പോകുന്നുള്ള ആ ഒരു വൈബാണ് ഇപ്പം കാണുന്നത്. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ മഴയൊക്കെ മാറി ഇപ്പൊ നല്ല കാർമേഘമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ സൺസെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോഴും കാർമേഘം മൂടി നിൽക്കാണ് കേട്ടോ. അപ്പൊ മഴ നേരെ കടലിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇവിടെ ഒരു കുടുംബശ്രീന്റെ എന്തോ ഫെസ്റ്റോ അല്ല ബീച്ച് ഫെസ്റ്റോ മറ്റോ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സൂര്യൻ അസ്തമിക്കുന്ന സമയമായിട്ടുണ്ട്, 5 മണി ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റില്ല. കാരണം ആ ഒരു ഭാഗത്ത് മഴക്കാർ മൂടിയതുകൊണ്ട് സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അത് നമുക്ക് മിസ്സായിട്ടുണ്ട്. പക്ഷെങ്കിൽ എന്റെ ഏതോ വീഡിയോയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയില് ഞാൻ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സൺസെറ്റിന്റെ ഒക്കെ. അപ്പൊ അറിയാത്തവര് കണ്ടു നോക്കുക. പിന്നെതാ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. അപ്പം കുറെ ഷോർട്സും അതുപോലെ തന്നെ അല്ലാണ്ടുള്ള ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ടോസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്താൽ മതി. ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്യലുണ്ട്. വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെങ്കിൽ വാങ്ങിയിട്ടില്ല കേട്ടോ. വാങ്ങാൻ വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. കഴിക്കാൻ വലിയ മൂഡില്ലാത്തതുകൊണ്ട് അങ്ങനെ വാങ്ങിയിട്ടില്ല. കാരണം എന്താന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഹോട്ട് ചോക്ലേറ്റും ഉണ്ട് കേട്ടോ. അപ്പൊ അതും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ എണ്ണക്കടികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് വന്നാൽ നമ്മൾ അധികം കഴിക്കുക കാട, അതുപോലെ തന്നെ കല്ലുമ്മക്കായ, അതൊക്കെയാണ് കേട്ടോ മെയിൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊരു കോൺ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഐസ്ക്രീം ഒക്കെ നമ്മളെപ്പോഴും വൈബാണ്. കല്ലുമ്മക്കായ ഐസ്ക്രീം, കാട ഫ്രൈ, അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും വരുമ്പം കഴിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളിതാ തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ രാത്രി ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെതാ
ഒരു 10:30 ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് മേപ്പാടി ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോവാന്ന് വിചാരിച്ചു. കാരണം ഇനി വീട്ടിലെത്തിയിട്ട് ഉണ്ടാക്കി കഴിക്കാനൊന്നും വലിയ മൂടൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത് അടുക്കളക്ക് റെസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ളവർക്ക് റെസ്റ്റ് ആണ് കേട്ടോ. കാരണം അന്ന് ഫുൾ ഫുഡും അതുപോലെ തന്നെ ടൈമും എല്ലാ ടൈമും നമ്മൾ പുറത്തുള്ള വൈബിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇനിയിപ്പം ഇൻഷാല്ലാ നാളെ മുതൽ എന്തായാലും അടുക്കളയിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ ഇതാ ഹിജുവിനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ബീച്ചിൽ ഇറങ്ങിയപ്പം ആള് ഫുള്ളും മണലിലും വെള്ളത്തിലും കുളിച്ചിട്ടുണ്ട് കേട്ടോ. പാന്റും ഷർട്ടും ഒക്കെ വെള്ളത്തിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും ആയിരുന്നു കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ കറി ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ കഴിച്ചു. ലൈറ്റ് ആയിട്ടുള്ള ഡിന്നറാണ് നമ്മള്, ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഉച്ചക്കൊക്കെ ഹെവി ആയി കഴിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.